ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് ദിവസമായി വീഡിയോ ഒന്നും വരാതെ അവസാനമായിട്ട് ഇട്ടത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ റിവ്യൂ ആണ്. ഇന്ന് മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു നൈസ് ഫീൽ ഗുഡ് മൂവിയാണ്. അതായത് സിനിമയിൽ ഡ്രാമ, ആക്ഷൻ, പിന്നെ അത്യാവശ്യം ഫൺ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജോ ജോസ് ആൻ്റോണിയാണ്. അതായത് പുള്ളിയുടെ മുമ്പത്തെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ജനഗണമന, പിന്നെ ക്വീൻ, ഈ ടൈപ്പിലുള്ള സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. ജനഗണമന, ക്വീൻ ഇതൊക്കെ നല്ലൊരു പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നാൽ അത്രക്കൊന്നുമില്ല. ചില പവർഫുൾ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് സിനിമയിൽ, അത് നന്നായിട്ടുണ്ടായി. പിന്നെ ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഷരീഷ് മുഹമ്മദാണ്. പിന്നെ വേറെ ആളുടെ സ്ക്രിപ്റ്റൊക്കെ കോപ്പി ചെയ്തതെന്നൊക്കെ ന്യൂസൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്താണ് പറഞ്ഞിട്ട്. സോ സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നത് നെവിൻ പോലെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പുള്ളി വേറെ ലെവൽ പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല. ഒരു വൺ മാൻ ഷോ തന്നെ വേണമെങ്കിൽ പറയാം. സിനിമയിൽ ചില മാനറിസം ഒക്കെ തരുന്ന പുള്ളി അത് നന്നായിട്ടുണ്ടായി. പിന്നെ മറ്റേ കഥാപാത്രങ്ങളായിട്ട് മഞ്ജു പിള്ള ഉണ്ട്. മഞ്ജു പിള്ള നെവിൻ പോളിയുടെ അമ്മയുടെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനുഷര രാജൻ കൂടി ഉണ്ട് ഈ സിനിമയിൽ ഫീമെയിൽ ലീഡായിട്ട്. പക്ഷേ പുള്ളിക്കാരത്തി കൂടുതലായിട്ടൊരു സ്ക്രീൻ പ്രൈസ് ഒന്നും ഇല്ല ഇനി. പിന്നെ സൈൻ ടോം ചാക്കോ, സലീം കുമാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ പാകിസ്ഥാൻ സാഹിബ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടായി. പുള്ളിയുടെ ആ ക്യാരക്ടർ നന്നായിട്ടുണ്ടായി. പിന്നെ ഹ്യൂമർ കോമഡി ഒക്കെ ഉണ്ട്. എനിക്ക് അത്രയ്ക്ക് ഒരു വർക്കായിട്ടാണ്. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. ഇൻ്റർവെൽ വരെ ഓക്കെ ആയിരുന്നു. ഇൻ്റർവെല്ലൊക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. ഒരു പവർഫുൾ, ഒരുപാട് നല്ല ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിട്ട് അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ് സോറി. പിന്നെ സിനിമയിലെ എമോഷണൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഒരു നിവിൻ പോളിയുടെ ചില സീൻസൊക്കെ നന്നായിട്ടുണ്ടായി. ത്രൂ ഔട്ട് സിനിമ എൻഗേജിങ് ആയിരുന്നു. അതായത് ഒരു ബോറടിയായിട്ടോ ലാഗായിട്ടോ ഒന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല ഒരു എൻഗേജിങ് ആയിരുന്നു സിനിമ. അതായത് ഈ സിനിമ കൂടുതലായിട്ട് സംസാരിക്കുന്നത് പൊളിറ്റിക്സ്, റിലീജൻ, പിന്നെ ഡ്രീംസ്, എഡ്യൂക്കേഷൻ ഇതിനെ കുറിച്ചിട്ടാണ് ഈ സിനിമ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അതായത് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് ഈ സിനിമയിൽ. ഒരു കാര്യം പറയാനുള്ളത്, മലയാളികൾ എവിടെ പോയാലും, അതായത് നാട്ടിലോട്ട് പോയാലും ആ നാട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നുള്ളതൊക്കെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ. ബിക്കോസ് അത്രയ്ക്ക് നന്നായിട്ടൊരു പറയുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഈ സിനിമയിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. നന്നായിട്ടുണ്ടായി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. പിന്നെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിനീത് ശ്രീനിവാസൻ്റെ സിനിമ കാണാൻ വന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമയിൽ അത്രയ്ക്ക് സോങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാ സോങ്സൊക്കെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബോറായിട്ടൊന്നും തോന്നിയിട്ട്, അതായത് ഈ സോങ് ഇവിടെ വേണ്ട ഇനി അങ്ങനെയൊന്നും തോന്നിയിട്ട നന്നായിട്ടുണ്ട്. തന്നെ ഒരു ലൂപ്പിലൂടെ പോയോണ്ടാണ് ത്രൂ ഔട്ട് സിനിമയിൽ ഈ സോങ്സൊക്കെ. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എഡിറ്റിംഗ് ആണ്. കിഡ്ലനായിട്ട് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗ്. ഒരു ന്യൂ ജെൻ എഡിറ്റിംഗ് പോലെ തോന്നിയാണ്. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കൃഷ്ണ സോങ്ങിലൊക്കെ ഉള്ള ആ ഓവറിലെ എഫക്ട്സ് ഒക്കെ നന്നായിട്ടുണ്ടായിനി. പിന്നെ സിനിമാറ്റോഗ്രാഫി, വിഷ്വൽസ്, ഫ്രെയിംസ് ഒക്കെ നന്നായിട്ടുണ്ടായിനി. ഓരോ ഫ്രെയിംസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിനി. പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കിയാൽ സിനിമ നന്നായിട്ടുണ്ട്. ഓവറോൾ പറയണേ ഇതൊരു ഗംഭീര സിനിമയായിട്ട് എനിക്കൊന്നും ഫീലൊന്നും ചെയ്തിട്ട. ഒരു എബോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. സിനിമ കാണാത്തവരാണ് പോയിട്ട് കണ്ടോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ.